ഗാന്ധിജിന്റെ പേരിന്റെ ഒരു സ്റ്റോർ റൂമിലെത്തിയാണ്. ഗാന്ധിജി ഉപയോഗിച്ച റൂമാണ്. കണ്ണാടി തരം ഒറിജിനൽ അല്ലേ? ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ സാധനങ്ങൾ ഇപ്പോഴും കാടുപാടില്ലാതെ സൂക്ഷിച്ചിരിക്കുന്നു. മെതിയടി ആ ചെരുപ്പുണ്ട്, പിന്നെ പ്ലേറ്റ് അല്ലേ. മുകളിലെ പഴയ കാലത്ത് ഓടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് ആ വീടിന്റെ മുമ്പാകട്ടോ. നൂലുണ്ടാക്കാൻ വേണ്ടി തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിവിടെ സെറ്റ് ചെയ്ത്. ഇതാണ് ഗാന്ധിജിയുടെ വീടിന്റെ പുറംഭാഗട്ടോ. നല്ലൊരു വൃത്തിമെടുപ്പുള്ള തിങ്ങിയ വീടാണ് കേട്ടോ ഗാന്ധിജിന്. പ്രിയമുള്ളവർ, ഇപ്പം ഞാൻ നിൽക്കുന്ന ഇവിടെ അറിയോ, നമ്മുടെ ഗാന്ധി ആശ്രമം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് മുംബൈയിലുള്ള ഒരു ആശ്രമമാണ് കേട്ടോ, ആശ്രമ കേന്ദ്രമാണ്. പണ്ട് ഗാന്ധിജിയുടെ കാലത്ത് ഗാന്ധിജി ഇവിടെയാണ് ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അതൊരു മ്യൂസിയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സിയാറത്ത് ബാച്ച് ഈ ഒരു പ്രാവശ്യം ഗാന്ധി ആശ്രമം ഒരു കാഴ്ച സ്ഥലം എടുത്തിട്ടുണ്ട്. അതായത് ഗാന്ധിജിയുടെ ആശ്രമം ഒന്ന് കാണിക്കാവുന്ന ഉദ്ദേശത്തിന് ഇതൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക്, ഞാനും ആദ്യമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണാനുള്ളത്. നല്ല വൃത്തിയും നീറ്റ്നെസ്സൊക്കെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. ഉണ്ടോ, ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്യു മോഡൽ ഒരു വരച്ച ചിത്രമുണ്ട്. പിന്നെ എല്ലാ ഭാഷയിലൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സബർമതി ആശ്രമം, ഇതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് കണ്ടോ, സബർമതി ആശ്രമം. എല്ലാത്തിലും ഉണ്ട്, ഇംഗ്ലീഷ്, അറബി, ഉറുദു, കന്നഡ, തമിഴ്. അപ്പോൾ ഇത് മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഒരു പാർക്ക് പോലെയാണ്. കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ പരിസരത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പോയി നോക്കാം. ഇതിൽ നമുക്ക് എന്തെങ്കിലും മൂപ്പര് ഉപയോഗിച്ച സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല അല്ലേ. അത് നോക്കാം അല്ലേ. ഇങ്ങനൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗാന്ധിജി ഉള്ള കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അന്ന് സാധാ ഒരു ഇതായിരിക്കും. ആ, ഇതിപ്പോ പുതുക്കിപ്പണത് ഇങ്ങനെ ആക്കിയതാണ്. ഇവിടെ ഉണ്ടോ നല്ല അടിപൊളി കല്ലൊക്കെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉരുണ്ട വെളുത്ത കല്ലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മൂപ്പരെ ഓരോ കാലത്തുണ്ടായിരുന്ന ഓരോ സംഭവങ്ങൾ കേട്ടോ. ഓരോ ഭരണാധിപന്മാരും അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊപ്പമുള്ള ആൾക്കാരൊക്കെ പല വഴികളിലായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇത് കാര്യമായിട്ടൊന്നും കാണില്ല എന്ന് തോന്നുന്നല്ലേ. ഇതൊക്കെ ഓരോ ചിത്രങ്ങളാണോ അല്ലേ. ഇത് നമ്മൾ ബാച്ചുള്ള ആളുകളാട്ടോ. മൂർനാടുള്ള മൂർനാട് സെക്രട്ടറി ആട്ടാ മൂപ്പര് അളിയന്. അപ്പം നമ്മൾ സബർമതി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് വീഡിയോയിൽ. മറ്റേ ഫുള്ള് സിയാർത്ത് വീഡിയോയിൽ എല്ലാവരും കാണില്ലേ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ്. കണ്ട അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ കാഴ്ച അല്ലേ. ഇത് കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു ഓർമ്മപ്പെടുത്തില്ല അല്ലേ. ആ, ആശ്രമമാണ്, അല്ലാതെ വേറൊന്നുമല്ല. വായിച്ച് പഠിക്കാനുള്ള ആൾക്കാർക്ക് അതുണ്ട്. ഇത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കോളനിയുടെ രൂപമായിരിക്കും കേട്ടോ. കോളനി എങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും കാലത്ത്. ഇവരൊക്കെ നമ്മളിപ്പോൾ ആൾക്കാരാണ്, ഗോവ ടീമാണത്. ഇവിടെ കുടിക്കാനുള്ള സൗകര്യം, വെള്ളത്തിന്, അതുപോലെ ടോയ്ലറ്റ്, ബാത്റൂം, അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. മൂപ്പര് ഓർമ്മയ്ക്ക് വേണ്ടി ഓരോ ചിത്രങ്ങൾ കൈ കൊണ്ട് വരച്ച മോഡൽ ചിത്രം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരു ഹാളാണ് ചുരുക്കത്തിൽ കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ടുള്ളതാ ഈ ബോർഡുകളുണ്ട്, തിരിച്ചു മറിച്ചാൽ ഓരോ സംഭവങ്ങൾ എഴുതി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്താൻ ഇതൊക്കെ പറ്റുക തന്നെ. പിന്നെ കാര്യമായിട്ടുള്ള സംഭവം ഇതാണ്, മൂപ്പര് നൂലുണ്ടാക്കുന്ന ഒരു സംഭവം, അതിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ട്. ഇതൊക്കെ പണ്ട് ഓരോ എഴുതിയ കത്തുകളായിരിക്കും അല്ലേ. അവർ ഇംഗ്ലീഷുകാരൊക്കെ എഴുതി കത്തിൻ്റെ കോപ്പികളാണെന്നുണ്ട്. വായിക്കാൻ അറിയുന്ന ആളുകൾക്കും ഒക്കെ ഇത് പ്രിൻ്റഡ് ആണല്ലോ. ഇവിടെ കല്ലാണ് രസം. ഉപ്പുണ്ടാക്കിയിരുന്നാണോ എന്നതൊരു സംശയമുണ്ട് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹമാണോ എന്നത് അല്ലേ. നമ്മളവിടെ ജസ്റ്റ് പുറത്തിറങ്ങിയാന്നുണ്ടോ ആണ് കാഴ്ച. സബർമതി നദി ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും യാത്രയിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് സബർമതി നദി എന്നുള്ളത്. അതിൻ്റെ ഒരു തീരാണത്, അതിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത് കേട്ടോ. ആ നദിയാണ് ഈ കാണുന്നത്. അപ്പോൾ മൂപ്പര് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വിശ്രമിക്കാനൊക്കെ ഇരുന്നിരുന്ന സ്ഥലമാണ്. ഒരു ചരിത്ര സ്മാരകമായിട്ട് ഇങ്ങനെ അതിനെ കൊണ്ടെടുക്കുന്നു എന്ന് മാത്രമല്ലാതെ വലിയ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. മൂപ്പരല്ലേ അത്രേ ഉള്ളൂ സംഭവം കേട്ടോ.
ഇതാണ് നദി, സബർമതി നദി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകളാട്ടോ. ഇതിൻ്റെ പരിസരമൊക്കെയാണ് ഈ കാണുന്നുള്ളത്. അപ്പോൾ നമ്മളോട് വന്നപ്പോൾ ശരിക്കും ഒറിജിനൽ പഴയ വീട് ഇവിടെ ഉണ്ട് കേട്ടോ. മുമ്പ് ഉപയോഗിച്ചിരുന്ന വീട് ഇതാണത്. ഇതാണ് ശരിക്കും ഒറിജിനൽ ചെറുക്കട്ടോ. ഇതുണ്ടോ, ഇത് റിയലി മൂപ്പര കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനം, നൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മളെപ്പോഴുള്ള ആൾക്കാരാണ്. ഇതാണ് ശരിക്ക് മൂപ്പര് നൂലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ സാധനങ്ങൾ. ഇപ്പോഴും കാടുപാടില്ലാതെ സൂക്ഷിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള സാധനങ്ങൾ. ഇത് കുറച്ചും കൂടി വലിപ്പമുള്ളതാട്ടോ. ഒരു സൈസാണ്. ഇവിടെ അതിൻ്റെ കുറിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂം ഗാന്ധിജി ഉപയോഗിച്ച റൂമാണ് കേസ്. കണ്ടോ, ഇവിടെ അതേപോലെ ഉണ്ട്. ആ റൂമാണ് ഇത്. പിന്നീട് അതിനൊരു മെഷീനറിയിലേക്ക് മാറ്റിയ രൂപമെന്നുണ്ടല്ലേ, വലിയ നൂലുകളാക്കി മാറ്റി. ഇത് മറ്റേ ഇതുണ്ടാക്കുന്നതാണോ, പരുത്തി? കടിയില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ വന്നാവും അതിൻ്റെ ഉള്ളിൽ കൂടി? ഇത് ഘട്ടം ഘട്ടമായിട്ട് ഒരു മെഷീനറിയിൽ സംഭവമാണല്ലോ. നിങ്ങൾ തിരിച്ചതപ്പോൾ ഇത്ര മാത്രം കറങ്ങുന്നുണ്ട്. അത് ഒരു തിരിക്കല് നിങ്ങൾ സംഭവം അറിയില്ല, നിങ്ങൾ വെറുതെ തിരിച്ചാണ്. അല്ല ശരി, എന്നാലും ഇത് ഇത്ര തിരിയും നിങ്ങളും കരുതിയില്ലല്ലോ. ഒറ്റ തിരിക്കലാണ് ഇത് ഇത്ര തിരിഞ്ഞേ. കണ്ടാ, ഒറ്റ തിരിക്കല് ഇത്ര തിരിയണ്ട കേട്ടോ. ഇതൊക്കെ മിഷനറിയായി. പിന്നെ വലിയ വലിയ നൂലുണ്ടകളാക്കി മാറ്റി. ഇത് നൂല് തന്നെ, ഇത് മിഷനറിയായി മാറിയതാണ് പിന്നീട്. നല്ല വലിപ്പമുണ്ടത്. ഈ ചെറുക്ക ഉപയോഗിക്കുന്ന സാധനം ഉണ്ടോ, റൂമുണ്ടല്ലോ, അതിൻ്റെ ബാക്ക് വശാട്ടോ. ഇതൊരു വീടിനെയാണ് സംഭവം. ഇവിടെ അവരൊക്കെ ഫോട്ടോ ഒക്കെ പിടിച്ച് ഭയങ്കര സെറ്റപ്പായി നിൽക്കുന്നുണ്ട് കുട്ടികൾ. പക്ഷെ നല്ല വ്യൂ കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ടേ ഇന്നത്തെ കാലത്ത് നല്ല രസമായിരിക്കും ഇവിടെ ഇരിക്കാൻ. ഇപ്പോൾ ഇതിങ്ങനെ സിറ്റിയും ടൂണൊക്കെ മാറി. അപ്പോൾ നമ്മളാദ്യമൊക്കെ നമ്മളൊപ്പം കേട്ടോ, വേർപ്പ് അല്ലേ എല്ലായിട്ട്. അതെ, ഇതൊരു ഇടവായക പോലെ ഉണ്ട് കേട്ടോ. 2 ബെഡ്റൂം ഉണ്ടല്ലേ? അത് നോക്ക് നമുക്ക്. അത് ഒരു നോർമൽ പേരുണ്ട് അല്ലേ, സാധാരണയൊക്കെ ഉള്ള എങ്ങനെയുണ്ടോ അതേപോലുള്ള ഒരു ബെഡ്റൂം. പക്ഷെ അടുത്ത് പ്രത്യേകിച്ച് ഇവിടെ ഫുൾ ഓപ്പണാണ് കണ്ടോ. മഴക്കാലത്ത് നല്ല കാറ്റും വെയിലും മഴക്കും ഉള്ള അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാട്ടോ. നല്ല തണുപ്പ് കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും ചൂടാണ് പുറത്ത്, പക്ഷേ ഈ ഉള്ളിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു ചൂടേ അറിയുന്നില്ല. കണ്ടോ എന്താ സെറ്റ് പറയാം. മുകളിലെ പഴയ കാലത്ത് ഓടാണ് സെറ്റ് ചെയ്തിട്ടില്ല അല്ലേ ചേക്കാ? കല്ല് പോലത്തെ അല്ലേ, മാർബിളെന്ന് പറയാം പണ്ടത്തെ അല്ലേ. മുമ്പൊരു മോളും ഉണ്ട് കേട്ടോ ഒന്നിച്ചിട്ട് തന്നെ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പുറത്താണ്. അപ്പോൾ ഈ ഓടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു തമിഴ്നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഓടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേ ഒരു റൂമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒരു സമുചിതരത്തില്ല. നമ്മൾ പ്രിയമാണ് അവരെ എവിടെ എത്തിയോ, ഗാന്ധിജിൻ്റെ പേരൻ്റെ ഒരു സ്റ്റോർ റൂമിലെത്തി കേട്ടോ. സാധനങ്ങൾ വെക്കുന്ന റൂം അല്ലേ? അതെ, കണ്ണാടി തരുമ്പോൾ ഒറിജിനൽ അല്ലേ? മുമ്പിൽ മൂക്കിൽ വെച്ച കണ്ണാടിയാണ് ഗാന്ധിജി. നമുക്ക് ബർക്കത്തില്ലെങ്കിലും കാണാനൊരു കൗതുകമുണ്ട് അല്ലേ? പിന്നെ കത്തി പറഞ്ഞിരിക്കുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട്, തേങ്ങ പൊളിക്കാൻ പറ്റിയ കത്തി എന്നുള്ളത്. പിന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്തികള്, പേപ്പർ കട്ടാക്കുന്നത്, സ്പൂണുകള്, അത് വുഡിന്റെ ആണ്. പിന്നെ പാലിൽ നിന്ന് വെണ്ണ എടുക്കുന്ന സാധനം, പോർക്ക്, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട്. ചെരുപ്പ് അതാണ് സംഭവം. റിയലി മെതിയടി പോലത്തെ ചെരുപ്പ് ഉപയോഗിച്ചിരുന്നു. മെതിയടി ആ ചെരുപ്പുണ്ട്. പിന്നെ പ്ലേറ്റ് അല്ലേ, പ്ലേറ്റിന് 2 ഐറ്റംസ് ഒക്കെ മരത്തിൻ്റെ ആണ് പ്ലേറ്റ്. പിന്നെ മൂപ്പർ ഉപയോഗിച്ചിരുന്ന പാത്രം കാര്യങ്ങള്. അപ്പൊ തന്നെ ഇവിടെ ആള് കൂടി കേട്ടോ. ആളുകൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മൂപ്പർ കിണ്ടി ഉപയോഗിച്ച കിണ്ടി. പിന്നെ ഇതെന്താണ്, അമ്പുമില്ല? അല്ല, എന്ത് സാധനം ഇത്? അമ്പുമില്ല പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഏതായാലും നമുക്ക് പേരൻ്റെ ബാക്കി വാങ്ങലും കൂടി കാണാം. ഓക്കെ, ഇതൊരു ഇടവായിക പോലുണ്ട് കേട്ടോ. 2 ബെഡ്റൂം ഉണ്ടല്ലേ? അത് നോക്കാം നമുക്ക്. അത് ഒരു നോർമൽ പേരൻ്റെ അല്ലേ, സാധാരണയൊക്കെയുള്ള എങ്ങനെയുണ്ടോ അതേപോലുള്ള ഒരു ബെഡ്റൂം. പക്ഷേ അടുത്ത് പ്രത്യേകിച്ച് ഇവിടെ ഫുൾ ഓപ്പണാണ് കണ്ടോ. മഴക്കാലത്ത് നല്ല കാറ്റും വെയിലും മഴക്കം ഉള്ള അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാട്ടോ. നല്ല തണുപ്പ് കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും ചൂടാണ് പുറത്ത്, പക്ഷേ ഈ ഉള്ളിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു ചൂടേ അറിയുന്നില്ല കണ്ടോ. എന്താ സെറ്റ് പറയാം. മുകളിലെ പഴയ കാലത്ത് ഓടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ചേക്കാ? സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ളതാണ് കണ്ടോ. അടിപൊളിയാണ്. 2 ജനവാല കൊടുത്തിട്ടുണ്ട്. മാത്രം ഇത് പ്രത്യേകത വെച്ചാൽ ഈ ജനവാതിലിന് ഇവിടെ റാക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ ഇത് താത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഇത് മഴ അടിക്കുമ്പോൾ ഉള്ളിലേക്ക് ചീറ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ഭാഗത്തും പുറം നന്നായി കാണാൻ പറ്റും കേട്ടോ. നല്ല കാറ്റ്. അപ്പോൾ ഒരു പേരുണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള നല്ല ഗോൾഡൊക്കെ ആയിട്ടല്ലേ നമ്മുടെ അജിക്കാൻ്റെ 2ാമത്തെ മോള്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വൃത്തിമെടുപ്പുള്ള നല്ലൊരു ഒതുങ്ങിയ വീടാണ് കേട്ടോ ഗാന്ധിജിന്. പിന്നെ ഈ വീടിന് എന്തൊരു സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറേ. ഇതിപ്പോൾ നമ്മൾ വായിക്കാൻ എന്നാലും തീരൂല, ഒരുപാട് സംഭവങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ മുമ്പാകെ കേട്ടോ. നല്ലൊരു കോലായാണ്. കോലായി എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായ കോല. ഇവിടെ ഇരുന്നാലും മുമ്പിൽ പോയാൽ കാണാം. നല്ല തണുപ്പാണ്. സിറ്റ് ഔട്ട് അല്ലേ? ഒരുപാട് ആൾക്കാർ മുമ്പിൽ കാണാൻ വരുമ്പോൾ ഇവിടെ ആയിരിക്കും വന്നിരുന്നിട്ടുണ്ടാവുക. മാത്രമല്ല ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും മൂപ്പര് അതിൻ്റെ മറ്റേ നൂലുണ്ടാക്കാൻ വേണ്ടി തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് മൂപ്പര് ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫുള്ള് ലോക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രില്ലൊക്കെ ആക്കിയിട്ട്. ഇവിടെ ഫുള്ള് ഗ്രില്ലാണ്, നല്ല കാറ്റുകൊണ്ടിരിക്കാം. പിന്നെ അവിടെ പുറത്തൊരു ഔട്ട് ഹൗസ് പോലെ എന്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത്രയാണ് പുറത്തുള്ള കാഴ്ചകൾ. അപ്പോൾ ഇതാണ് ഗാന്ധിജിയുടെ വീടിൻ്റെ പുറംഭാഗം കേട്ടോ. ശരിക്കും ഇതാണ് ഗാന്ധിജിയുടെ വീട് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടത് ഉൾഭാഗമാണ്. അപ്പോൾ ഇത് ഗാന്ധിജിയുടെ പുറംഭാഗമാണ്. നേരത്തെ കണ്ടത് നമ്മളവിടുത്തെ മ്യൂസിയമാണ്. പിന്നെ അതേപോലെ ഗാന്ധിജിയുടെ ആശ്രമമാണ് നമ്മൾ കണ്ടത്. മുകളിൽ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ പോയിക്കൊണ്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ പോയ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. ഏതായാലും അടിപൊളി ഗാന്ധിജിയുടെ വീടാണ് ഇപ്പോൾ ഈ കാണുന്നുള്ളത്. ഇതാണ് സൈഡ് ഭാഗം കേട്ടോ. അപ്പോൾ തൽക്കാലം ഗാന്ധിജിയുടെ വീടിൻ്റെ പരിസരത്തുള്ള കാഴ്ചകൾ 1-2 കാഴ്ചകളൊക്കെ നിങ്ങളെയൊക്കെ കാണിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമ്മൾ അജ്മീർ യാത്രയ്ക്കിടയിൽ ഒരു മണിക്കൂർ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി ജനങ്ങളെ വെറുതെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാ കേട്ടോ. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ല അജിക, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതിനേക്കാളും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. ഇതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.